ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് വെളുപ്പിന് തന്നെ നമ്മളൊരു യാത്ര പോവാണ്. നമ്മുടെ ഫാമിലി 2 പേര് ഇടയ്ക്കൊന്ന് കയറാനുണ്ട്. അങ്ങനെ പെട്രോൾ പമ്പിൽ പെരുമ്പാവൂർ നമ്മളെ വെയിറ്റ് ചെയ്തവരിങ്ങനെ നിൽക്കുകയാണ്. ഇക്കാടെ മാമായും ഫാമിലിയാണ് പിന്നുള്ളത്. പിന്നെ നമ്മുടെ റിലേറ്റീവും ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറയാം, അഷ്റഫിക്കായും ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് മേഘമലയിലാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ ടൂറിൻ്റെ ഒരു വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കട ഓപ്പൺ ആയിട്ടില്ല. മന്തിയും ബ്രോസ്റ്ററും ഒക്കെ ഉള്ളതാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ കണ്ടപ്പോൾ അവർ വേഗം തന്നെ നമ്മൾ ഹോട്ടൽ ക്ലീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കുട്ടികളൊന്നും പുറത്തിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുറന്ന് അകത്ത് തന്നു കേട്ടോ. അജിഫാൻ എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു കടയാണ്. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ സുഖമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരോട് ഒരു പ്രത്യേക നന്ദി പറയും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ എവിടെയൊക്കെ സ്ഥലം? ഇതിന് മുമ്പ് 2 തവണയും ഞാൻ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്ഥലം കൃത്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂട്ടൊന്നും കൃത്യമായിട്ട് അറിയില്ല തന്നെ പല സ്ഥലത്തിലും സ്ഥലം എവിടെയാണ് ചോദിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ ഇതുപോലെ ബുള്ളറ്റിൽ 1-2 പേര് റൈഡൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ടാറ്റയൊക്കെ തന്നു. എന്തായാലും അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അവരിത്രയും ദൂരെ യാത്രയൊക്കെ പോകുന്നതൊക്കെ ഓർത്തു അല്ലേ, ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. നമ്മളിന്ന് പോകുന്നത് മേഘമലയാണ് കേട്ടോ. ഏകദേശം ആലുവയിൽ നിന്ന് 240 കിലോമീറ്ററോളം ഉണ്ട് മേഘമലയ്ക്ക്. പലപ്പോഴും പറയുന്നത് പോലെ തന്നെ മേഘമലയിലെ പ്രകൃതി സൗന്ദര്യവും ആ ഒരു തണുപ്പും ആസ്വദിക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മേഘമല എത്തുന്നത്. ഒരു ചെറിയ രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിൻ്റെയൊക്കെ ഏകദേശം ചില വ്യൂ ഒക്കെ നമുക്ക് തോന്നും മൂന്നാറാണെന്നൊക്കെ തോന്നുന്ന ഒരു രീതിയാണ് കേട്ടോ. പക്ഷേ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരു ട്രിപ്പ് വന്നൊരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. അത്രയും അടിപൊളി കാഴ്ചകളുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ പോയി. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പല സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നല്ലപോലെ വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അവശതയും ക്ഷീണമൊക്കെ തോന്നി. പിന്നെ നിസ്കരിക്കാനായിട്ടുള്ള പള്ളി നോക്കി നടന്ന് നമ്മൾ ഏകദേശം കുമളിയിലെത്തിയിട്ടോ. കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു പള്ളിയിൽ ആണുങ്ങൾക്ക് നിസ്കരിക്കാനും ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടിയിട്ടോ. നല്ല കാടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളി. എന്താ ഭയങ്കര തണുപ്പാട്ടോ. നല്ല വെയിലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നത്. കാറിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുഖത്തേക്ക് തന്നെ വെയിലടിക്കായിരുന്നു, അത്രയും വെയിലുണ്ടായിരുന്നു. പക്ഷേ ആ പള്ളിയിൽ വന്നപ്പോൾ ഭയങ്കര തണുപ്പും. കുറച്ച് നേരം ഞങ്ങളവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മേഘമല നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സന്ധ്യയായി വൈകുന്നേരം ആവുന്നതോടുകൂടിയായിരിക്കും ഏകദേശം മേഘമല എത്തുക എന്ന് നമ്മളിങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കുമളിക്കടുത്ത് തേനി ജില്ലയിലാട്ടോ മേഘമല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന് നമ്മൾ മീൻ കറി ഞാനായിട്ടോ ഉണ്ടാക്കിയത്. ബാക്കി ഫുൾ ഫുഡ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അമ്മായിയാണ് കേട്ടോ. മാമായും അമ്മായിയും കൂടിയാണ് നമുക്ക് എല്ലാവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നത്. നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ഊണായിരുന്നു കേട്ടോ. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും കിടന്നൊന്നും എല്ലാവർക്കും ഉറങ്ങിയാൽ കൊള്ളാമെന്ന് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ പോണത് കമ്പം റൂട്ടിലാണ്. നമ്മുടെ മേഘമലയാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. നീയ ഇപ്പം തണുപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് കയ്യൊറയും പുതപ്പൊക്കെ ഇട്ടിട്ട് കിടന്നു കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയിട്ടുണ്ട്. തണുപ്പൊന്നും വന്നിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലാട്ടോ. ലാസ്റ്റ് ചൂടെടുത്തിട്ട് അത് ഊരിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലെത്തിയിട്ട് നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ മേഘമലയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്നപ്പം ഏകദേശം ഒരു വെയിലുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോരുന്ന വഴിയിലും ഒക്കെ അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിട്ട് നമ്മൾ കാണിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഇത്ര തന്നെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ നോക്കുമ്പോൾ ആ നേരിട്ട് കണ്ട ഫീലൊന്നും ക്യാമറയിൽ പകുതിയോളം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അത്ര രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മേഘമല പോവുകയാണെന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് അവിടെ എന്താ കാണാനുള്ളത്, കുറേ മലകളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു ടൈമിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ടോ മേഘമല. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു. ഇനി നമ്മൾ പുറത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് നടക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ
ചായയൊക്കെ കുടിക്കുകയാണ്. നമ്മൾ മാമാടെ കൂടെ ഇടയ്ക്കൊക്കെ ട്രിപ്പ് വരുന്നെങ്കിലും അഷ്റഫിക്കയുടെ കൂടെയുള്ള ട്രിപ്പുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇതായിട്ട് അഷ്റഫിക്ക ഇക്കയുടെ റൂമിൽ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ മുതലുള്ള ബന്ധമാണ് കേട്ടോ. റിലേറ്റീവും ഫാമിലി ഫ്രണ്ടിനുപരി ഭയങ്കര കണക്ഷനാണ് കേട്ടോ ഇവർ തമ്മിൽ. കല്യാണത്തിന് മുമ്പും ഗൾഫിൽ ഇവർ ഒന്നിച്ചായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡൊക്കെ ചൂടാക്കി കഴിച്ചു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം നല്ല തണുപ്പാട്ടോ. എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത തണുപ്പെന്നൊക്കെ പറയില്ലേ. നീയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു തണുപ്പ്. ഞങ്ങൾ അത്രയും വെയിൽ കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ഇത്രയും വെയിലത്താണോ നമ്മൾ വന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷെ അടിപൊളി തണുപ്പാണ് കേട്ടോ. തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇനിയുള്ള അടിപൊളി മേഘമലയിലെ വ്യൂ നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ വെളുപ്പിനുള്ള കുറേ വ്യൂവും മേഘമലയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു സൗന്ദര്യം കാണാനിരിക്കുന്നത് നാളെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.